സംസ്ഥാനത്ത് PhD പ്രവേശനം നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയായി കോട്ടയം സ്വദേശി ഋതിക. എറണാകുളം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സോഷ്യൽ വർക്കിലാണ് പ്രവേശനം നേടിയത്. ആദ്യമായാണ് കേരളത്തിലെ ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി PhD അഡ്മിഷൻ നേടുന്നത്. മത്സര പരീക്ഷയായ JRF അടക്കം കരസ്ഥമാക്കിയാണ് കോട്ടയം സ്വദേശി ഋതിഷയുടെ നേട്ടം. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥിയായ ഋതിഷയ്ക്ക് ഈ വിജയം ഇരട്ടി മധുരം കൂടിയായി. ഞാൻ ഡിഗ്രി ചങ്ങനാശ്ശേരി NS കോളേജിൽ BSc സുവോളജി ആയിരുന്നു. അതിനുശേഷം ഇവിടെ MSW ചെയ്തു. 2022-24 ബാച്ചിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ MA സോഷ്യോളജിക്ക് ഇവിടെ ജോയിൻ ചെയ്തു. ആ സമയത്ത് ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് JRF ലഭിച്ചിരുന്നു. അപ്പം MSW ചെയ്ത സമയത്ത് തന്നെ എനിക്ക് എൻ്റെ PG ഡെസർട്ടേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡെസർട്ടേഷനാണ് ചെയ്തത് ടോപ്പിക്ക്. അപ്പം അന്ന് വന്ന എക്സ്റ്റേണൽ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇയാളുടെ ടോപ്പിക്ക് ഒരു റിസർച്ചിന് പറ്റിയൊരു സബ്ജക്റ്റാണ്. അപ്പം അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ കമ്മ്യൂണിറ്റിക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും എന്നുള്ളൊരു രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ JRF ലഭിച്ചത് തന്നെ ഇവിടെ PhDക്ക് അപ്ലൈ ചെയ്തു. നിലവിൽ ഇനി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന PG ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുമാണ് എനിക്ക് PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഋതിഷയെ സംബന്ധിച്ചിടത്തോളം ഗവേഷണം ഒരിക്കലും സമയബന്ധിതമായി തീരുന്ന പ്രക്രിയയല്ല. പഠനത്തോടൊപ്പം അധ്യാപനത്തിലേക്ക് കടക്കാനും ആലോചനയുണ്ട്. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളും ട്രാൻസ്ജെൻഡർ സൗഹൃദമാക്കിയാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഗവേഷണത്തിലേക്ക് വരുമെന്നും ഋതിഷ പറയുന്നു. മറ്റുള്ള സ്ഥലം മഹാരാഷ്ട്ര പോലുള്ള ക്യാമ്പസുകൾ നമുക്കറിയാം, പക്ഷെ അവിടേക്കുള്ള ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് നേരിടുന്ന ഒരുപാട് കളിയാക്കലുകളായാലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ക്യൂറായിട്ടുള്ള വ്യക്തികൾ. അപ്പം അതിൽ നിന്നുള്ളൊരു മാറ്റം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്കാദമിക മേഖലയിൽ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയാണ് ട്രാൻസ് വിദ്യാർത്ഥികൾക്ക് മുൻനിരയിലെത്താനുള്ള ഊർജ്ജമെന്നും ഋതിഷ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.